എന്നിട്ട് ഓനൊരു സമാധാനം ഇല്ല. നല്ലോണം ചിരിക്കുന്ന കാരണം എനിക്ക് ഡൗട്ടുണ്ട്, പൊക്കള് നല്ലോണം പിരിഞ്ഞിനാന്ന് അല്ലെ. ഇന്നത്തെ മനുഷ്യൻ ആർക്കാ ഹാപ്പിയുള്ള, ആര് സമാധാനത്തിലുള്ള, ആരുള്ള? പൊരലുണ്ടാകുമ്പോ അവന്റെ ചിന്ത ഒരിക്കൽ പുറത്തു പോയിനെങ്കിൽ മതി, പുറത്തേക്ക് പോയെങ്കിൽ മതി. പുറത്തേക്ക് പോയിട്ടാകുമ്പോ അവന്റെ ചിന്ത ഒരിക്കൽ പുരക്കെത്തിനെങ്കിൽ മതി. ഭാര്യ സംസാരിക്കുമ്പോ മുണ്ടണ്ട, മാപ്പിള പോയിട്ട് ഓളോട് മുണ്ടും വന്ന് കണ്ടാമാല വന്ന് കണ്ടാമൃഗം വന്ന് ഒന്നിനും റാഹത്തില്ല. പൈസ ഇല്ലേ? പൈസ ഉണ്ട്. പൊന്നില്ലേ? പൊന്നുണ്ട്. പൊരയില്ലേ? എല്ലാം ഉണ്ട്. ഫാനില്ലേ? AC ഇല്ലേ? എല്ലാം ഉണ്ട്. എന്തേ ഇല്ലാത്ത? സമാധാനം നഹീഹേ. എന്തേ? അത് ഇതൊന്നും കിട്ടാല, ഇതുകൊണ്ടൊന്നും സമാധാനം കിട്ടാല. അല്ലോ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, അപ്പോഴാണ് സമാധാനം. ദിക്റിലേക്ക് മടങ്ങിക്കോ, ദിക്റിലേക്ക്. മാലമൗലിദുകൾ ദിക്റാണ് അല്ലേ? മാലമൗലിദിൽ എന്ത് മാലമോല് ഇപ്പൊ ഈ കുറെ ലേറ്റസ്റ്റ് കുറെ ഉണ്ടല്ലോ, ഈ അവാന്തരക്കാർ, ഈ തലതിരിഞ്ഞ ബൊണ്ടില്ലാത്തോറല്ലോ. എന്ത് പോലെ പേര് ഷാഗ് എന്ത് മുക്കാകട്ടെ 40 മിനിറ്റ് എന്നെല്ലാം അല്ലേ? സൽപ്പി കുൽപ്പി എന്നെല്ലാം ഓർക്ക് എന്തെല്ലാം ഉണ്ട്. ഓർക്ക് നമ്മളെ മഹാന്മാരുടെ മാലകൾ മാത്രമാണ് ശിർക്ക്. അവരെ നേതാക്കളെ മാല ഇഷ്ടം പോലെ ഉണ്ട്. കെ ഉമർ മൗലവിന്റെ മാല പാടിയെങ്കില മുഹിയുദ്ദീൻ മാലിനെക്കാളും വലുത്, മുഹിയുദ്ദീൻ മാലിനെക്കാളും സ്ട്രോങ്. ഞമ്മ മുഹിയുദ്ദീൻ മാല പാടുമ്പോ ജനിച്ചോ ഓവറും ചെല്ലുമ്പോ ഓർ പറഞ്ഞോ അത് കുറച്ച് ഓവർ. ഉമർ മൗലവിന്റെ മാല പാടിയെങ്കില ഡബിൾ ഓവർ, സിംഗിൾ അല്ല ഡബിൾ ഓവർ. മുഹിയുദ്ദീൻ മാലിന്റെ അതേ സ്റ്റൈലില് ഞാൻ ഇപ്പൊ പാടിത്തരാ, എന്റെ കയ്യിലുണ്ട്, വന്ന ലേഖനാണത്, ഇപ്പോഴും ഉണ്ടത്. നമ്മളെ മഹാന്മാരുടെ ഈർദപള്ളത്തകത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് ഒരു ബൈത്ത് പാടിയെങ്കിൽ, അല്ലെങ്കിൽ ആ മഹാന്മാരുടെ കശ്മകറാമത്തുകൾ പറഞ്ഞ്, ആ മഹാന്മാരുടെ നല്ല ജീവിതത്തിന്റെ ഇന്നലെ പറഞ്ഞ് ഒരു മാല ഉണ്ടാക്കിയ ശിർക്ക് മുണ്ടണ്ട, ശിർക്ക് മുണ്ടി അങ്ങ് ശിർക്ക്. പണ്ടൊരു മുണ്ടണ്ട മുണ്ടി അങ്ങ് പൊറോട്ടായിരുന്നു ഇങ്ങ് കേട്ടത് ഇല്ലേ? പണ്ട് രണ്ടാളത്തെ ബോംബെക്ക് പോയി ഓർക്ക് ഭാഷ അറിയാല. ഈ ഭാഷ വലിയൊരു പ്രശ്നമാണ്. നിനക്ക് ഞാൻ പറഞ്ഞ തിരിഞ്ഞ അല്ല, നിനക്കാ ഭാഷയില്ലേ? ഭാഷ ഇല്ല എന്നല്ല, ഭാഷയില്ലേന്ന്. നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ടോ പണിയാവൂടെ? രണ്ടാള് ബോംബെക്ക് പോയി, കേട്ടിട്ടുണ്ടോ? ബോംബെക്ക് പോയി നോക്കും. ഈ ചങ്ങായിമാർ നമ്മൾ കൂടുന്നു 3ാം ക്ലാസ് പഠിച്ചിട്ട് വട്ടാരെ പോയത്, അതും പാസ്സായിട്ട് പോയതല്ല, ടീച്ചർ പുറത്താക്കിയത്. പിന്നെ അവിടെ പോയി എന്തോ അറിയില്ല, കന്നഡ അറിയില്ല, എന്തോ അറിയില്ല, പിന്നല്ലേ ഹിന്ദി. അവിടേക്ക് എത്തി. അങ്ങനെ ഏടേറ്റവും വയറ് വയ്ക്കാണ്ടിരിക്കുന്ന ബോംബെ അല്ല, അബുദാബിക്ക് എത്തിക്കും വയറ് വയ്ക്കുമല്ലേ? ടൈം ആകുമ്പോൾ എന്തെങ്കിലും പോണ്ടേ? അവിടെ എത്തുമ്പോൾ നല്ലോണം വഹിച്ച് അസീസും ഉണ്ട് മജീദും ഉണ്ട്. രണ്ടാളും പോയിട്ട് നോക്കുമ്പോൾ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കേറിയിട്ട് നോക്കുമ്പോ അള്ളാന്റെ ദുനിയാവിൽ മിക്ക സ്ഥലത്തും പൊറോട്ട തന്നെ നല്ല കാത്ത വരെ അതാടെ വെച്ചിട്ടുണ്ട് ഈല്. അങ്ങനെ കാണുമ്പോ ഓർഡർ കൊടുത്തോ, ചങ്ങേ മുണ്ട ഇന്ത്യൊന്നും അറിയുന്നില്ല. അങ്ങനെ വിളിച്ചിട്ട് അവൻ ആരാ സപ്ലൈ ഉണ്ടല്ലോ, സപ്ലയർ, അവനെ വിളിച്ചിട്ട് ചങ്ങായി ഇല്ല വാ, അതട് ഏത് തൊട്ടു കാട്ടിയോ നോക്കുമ്പോ പൊറോട്ട. ആയി കൊണ്ടു 4 അട വെച്ചോണം, രണ്ടാൾക്ക് 4 വെച്ചോണം. അതിനേടെ കറിയൊന്നുമില്ല തോന്നുന്നു, ഹോട്ടലിൽ കറി കൊടുക്കലില്ലാന്ന് തോന്നുന്നു. അവിടെ കറി വേറെ മേങ്ങണം തോന്നുന്നു. അപ്പൊ കേട്ടോ പിന്നെ ഓന്റെ ഭാഷയിൽ തന്നെ ഇവിടുന്ന് പോയ ആളല്ലേ. ചാറ് ചങ്ങായി ചാറ് ഓന്റെ ചാറിൽ ചാറാണെങ്കിലും അവന്റെ ഭാഷയിൽ ചാറും ചെറിയ പിന്നെയും 4 വേണമെന്നല്ലേ. ആ വാട്ടി ഐ സെൽഫിലുള്ള പിന്നെയും കൊണ്ടു 4 കൊണ്ടു വെച്ച് മുന്നത്തെ 4 ഇപ്പത്തെ 4 8 ഇവിടെ വന്നു കട്ടി അങ്ങനെ വെച്ചിട്ട് ഈനെ നോക്കിട്ട് പിന്നെ ഞങ്ങൾ ഇതെന്ത് കഥ പോവാ കറി കേട്ടിട്ടോ പിന്നെ 4 ചേന്നല്ലേ ഓന് ചേഞ്ച് അല്ലെ ഓന്റെ ഭാഷയിൽ ഇതെന്ത് കഥ എന്നാ അവന്റെ ഭാഷയിൽ ചേഞ്ച് അല്ലെങ്കിൽ 6 എന്നല്ലേ. പിന്നെയും കൊണ്ടു 6 പിന്നെയും വെച്ചോ. അപ്പൊ മജീദ് ചെല്ലിയാലോ ഓന്റെ ആട്ട് പോട്ട് നീ മുണ്ടണ്ട, ആട്ട് പോട്ടെന്ന് ഓൻ ചെല്ലെങ്കിലും സാരമില്ല എന്നാണെങ്കിലോ അവന്റെ ഭാഷയിൽ ആട്ടും ചെല്ലെങ്കിൽ 8 അല്ലേ. അവൻ ഉള്ളനെല്ലാം കൊണ്ട് തട്ടി വെച്ചോ. അവസാനം നോക്കുമ്പോ ഇത് കുത്തുബിനാറ് പോലെ ഓന്റെ എതിർല് പൊറോട്ട. ഈ 8 പയ്യ ലാസ്റ്റ് ടൈമിൽ 8 വരുന്നതിന്റെ ഇടയിൽ മജീദ് മൂത്രിത്താൻ പോയിനോ? മൂത്രമിത്തോ ഇങ്ങോട്ടോ നന്ന ഓവർ ചിരിക്കുന്ന കിടാവ് ബാക്കിലേക്ക് പോയിരുമ്മ ബാക്കിൽ ഒരു ചിരിച്ചത്
ഞാൻ പറഞ്ഞതിനറിയോ, നിങ്ങൾക്ക് പറഞ്ഞത് തിരുന്നില്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കി നിങ്ങളോട് ചെല്ലണോ? ഭാഷ എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനായി പറഞ്ഞത്. അങ്ങനെ ഈ ലാസ്റ്റത്തെ 6 വരുന്നതിന് മുന്നേ 8 വരുന്നതിന് മുന്നേ മസ്ജിദ് മൂത്തിരുത്താൻ പോയിട്ടുണ്ടായിന്. ഓൻ മൂത്രം വീത്തിരി പോയിട്ട് വരുമ്പോഴാണ് ഓൻ്റെത് ഇങ്ങനെ കുത്തുബ് മിനാർ പോലെയും ഓൻ്റെത് ചാർ മിനാർ പോലെയും അതിനിടെ. അപ്പൊ ഓൻ്റെ കേട്ടാൽ അസീസിന്റെ എന്തൊരു അസീസ് ഇത്. അപ്പൊ ചെല്ലല്ലോ മസ്ജിദ് മുണ്ടിങ്ങ് പൊറോട്ട വരുന്നത് എന്ന പോലെ കഥ. അതായത് ചില മനുഷ്യന്മാർക്ക് ചില മനുഷ്യ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. ഭാഷ കുറച്ചല്ല അത്യാവശ്യം അറിഞ്ഞിരിക്കണം, നല്ലത് തന്നെയാണ്. എന്താ പിന്നെ കുടുങ്ങിയല്ല. മഹാനായ വലിയുള്ളാഹി തങ്ങളുടെ പേരിലുള്ള മാലമൗലിദുകൾ ദിക്ർ അതൊക്കെ ഉള്ളൊരു കാലമുണ്ട്, അതൊക്കെ ഉണ്ടായ ഒരു കാലമുണ്ട്. ആ നല്ല കാലം സുബ്ഹാനല്ലാഹ്. യഥേഷ്ടം ഭക്ഷിക്കാനൊന്നും ഭക്ഷണങ്ങളില്ല, കുടിക്കാൻ നല്ല പാനീയങ്ങളില്ല, ഇന്നത്തെ പോലെ നല്ല നല്ല വെറൈറ്റി ജ്യൂസുകളില്ല, ഐറ്റംസുകളില്ല. എന്നാലും അന്ന് നല്ല കാലമായിരുന്നു, റാഹത്തുള്ള കാലമാ, രോഗങ്ങളില്ലാത്ത കാലമാ, സമാധാനത്തിന്റെ കാലമാ. ഇന്നോ അന്നെന്തേ സമാധാനം? അന്ന് ദിക്റുണ്ട്. മഹാന്മാരുടെ മാലമൗലിദുകള്, ഖുർആനോത്തുകള്, ദിക്ർ റാത്തിബ് മജ്ലിസുകള്, ദുആ കാര്യങ്ങള്, ഇതൊക്കെയും അല്ലാഹുവിന്റെ ദിക്റാണ്. ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ. മഹാന്മാരുടെ മാലമൗലിദുകളൊക്കെ ദിക്റാൻ, അവരുടെ അനുസ്മരണങ്ങളൊക്കെ ദിക്റാൻ. ആ ദിക്ർ കൊണ്ട് സമാധാനമുണ്ടെന്നത് ഖുർആനാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ് വതൻഫതിഹുൽ ബസ്വായിറു വൽ ഖുലൂബ് വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലി. ദിക്ർ എന്നത് വലിയ കാര്യമാ. എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, ജ്യൂസുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഫെസിലിറ്റി ഉണ്ട്, എന്നിട്ടും സമാധാനമില്ല, റാഹത്തില്ല. എന്തുകൊണ്ട്? ദിക്റില്ല. മഹാന്മാരുടെ ദിക്റുകളില്ല, മാലമൗലിദുകളില്ല, ഓത്തുബൈത്തുകളില്ല, പള്ളിയുമായി ബന്ധമില്ല, അള്ളാന്റെ പേടിയില്ല, ഇതുപോലെയുള്ള കാര്യങ്ങളോട് ഈമാനികമായ ആവേശമില്ല. ഇല്ല, എല്ലാം ഒരു ചടങ്ങ് മാത്രം, ഒരു വാർഷിക ചടങ്ങ്. കഴിഞ്ഞാണ്ടാക്കിനല്ലേ ഈ ആണ്ടാക്കണോ? കഴിഞ്ഞാണ്ട് 3 പ്രാവശ്യം 3 ദിവസം അയൽ വെച്ചല്ലേ ഈ പ്രാവശ്യം 3 ദിവസം വെക്കണോ? അത്ര ഒരു ചടങ്ങ്. എടുത്ത കഥയല്ല, മൊത്തത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്നൊന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അവനാണ് പരലോകത്ത് സ്വർഗം, അള്ളാഹ്ക്കുള്ളതാണെങ്കിൽ അവനാണ് പരലോകത്ത് സ്വർഗം. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അവിടെ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. നിങ്ങൾ കണ്ട വിഗ്രഹങ്ങളെ മുമ്പിൽ തലകുമ്പിടരുത്, അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കരുത്. അവർ ഒന്നുമേ അല്ല, എല്ലാം ഇലാഹായ റബ്ബിന്റെ സൃഷ്ടികളാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ സുജൂദ് ചെയ്താൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ ശദ്ദാദ് ഇബ്നു ആദ് എന്ന അക്രമിയായ മനുഷ്യന്, ധിക്കാരിയായ മനുഷ്യന്, സ്വാലിഹ് നബിയുടെയും ജനതയുടെയും ശത്രുവായ മനുഷ്യന് അവിടെ വന്നിട്ട് പറയുകയാണ്, എനിക്കെങ്ങാനും സുജൂദ് ചെയ്താൽ ഞാൻ ഈ ദുനിയാവിലെ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന്. ഏതോ ആകട്ടെ സ്വർഗമെന്ന് പറഞ്ഞിട്ട് വലിയൊരു കനക കൊട്ടാരം പണിയുകയാണ്. മനോഹരമായ എല്ലാ നിലക്കുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തപ്പെട്ടതായ ഒരു ഭൗതിക കൊട്ടാരം, ഒരു ഭൗതിക കൊട്ടാരം, മനോഹരമായ ഒരു കൊട്ടാരം. ആ ശദ്ദാദ് പണിയുന്നു. കുടിക്കാനുള്ളതും തിന്നാനുള്ളതും ആസ്വദിക്കാനും അനുഭവിക്കാനുള്ളതും എല്ലാം അതിലുണ്ട്, യഥേഷ്ടം അതിലുണ്ട്. അവന്റെ ആളായ മതി അത് അനുഭവിക്കാം, അവന്റെ മുമ്പിൽ ഒന്ന് സുജൂദിട്ട ആളത് അനുഭവിക്കാം. പക്ഷേ ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ശദ്ദാദ് ഇബ്നു ആദ് എന്ന മനുഷ്യന്, സ്വാലിഹ് നബിയുടെ ശത്രുവായ ശദ്ദാദ് ഇബ്നു ആദ് ഉണ്ടാക്കിയ സ്വർഗം, അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നവർക്ക് അവൻ ഉണ്ടാക്കിയ സ്വർഗം, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളെ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട സ്വർഗം. ആ സ്വർഗം അതാ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവനും അവന്റെ പരിവാരങ്ങളും മന്ത്രി പരിവാരങ്ങളും കൂട്ടുകുടുംബക്കാരും ഒത്തിട്ടങ്ങ് പോകുന്നു. മനോഹരമായ കൊട്ടാരത്തിന്റെ പൂമുഖവാതിൽക്കൽ ചെന്നിട്ട് ആ ഉണ്ടാക്കപ്പെട്ട ഭൗതിക ലോക സ്വർഗത്തിന്റെ, അവന്റെ സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറന്നിട്ട് കാലെടുത്തു വെക്കുമ്പോ
അതിന്റെ അകത്ത് നിന്ന് ഒരാള് വരുന്നു. ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്വർഗം, അതിനു മുമ്പ് ഒരാളും അതിന്റെ ഉള്ളിൽ പോകാൻ പാടില്ല എന്ന് പറയപ്പെട്ടിരുന്നു. ഒരു ഈച്ചക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. അത്ര കണ്ട് കാവല് വെക്കപ്പെട്ടതായിരുന്നു ആ സ്വർഗം, അവന്റെ ആ ബിൽഡിംഗ്. എന്നിട്ടും അതാ ഇവൻ ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വാതില് തുറന്ന്, അവൻ ഈ ദുനിയാവിൽ ഉണ്ടാകപ്പെട്ട സ്വർഗത്തിന്റെ വാതില് തുറന്ന്, അവൻ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതില് തുറന്ന് അവനങ്ങ് കാലെടുത്ത് വെക്കാൻ വേണ്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നിട്ടതാ ഒരാള് പുറത്തു വരുന്നു. ഇവൻ ചോദിച്ചു, ആരാ ആരാ നീ ആരാ? ആ സമയത്താണ് അയാള് പറയണത്, ഞാൻ അസ്റായീലാണ്, നിന്റെ റൂഹിനെ പിടിക്കാൻ വരികയാണ്, നിന്റെ സമയം എത്തിക്കഴിഞ്ഞോ. ശദ്ദാദ് ഇബ്നു ആദ് കൊട്ടാരത്തിന്റെ പൂമുഖവാതിൽക്കൽ നിന്നിട്ട് പറഞ്ഞു, പത്ര എന്നെ ഒന്ന് കടക്കാൻ സമ്മതിക്കുമോ? ഒരു ദിവസമെങ്കിലും പാർക്കാൻ, എന്റെ ഭാര്യയോടൊത്ത് ഒരു ദിവസമെങ്കിലും പിന്നെ കെട്ടിപ്പുറന്ന് സന്തോഷത്തോടെ കഴിയാൻ ഒരു ദിവസമെങ്കിലും എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഒരു ദിവസം പോയിട്ട് ഈ അകത്തുള്ള കാല് അകത്ത്, പുറത്തുള്ള കാല് പുറത്ത്, പുറത്തുള്ള കാല് അകത്തേക്കോ അകത്തുള്ള കാല് പുറത്തേക്കോ പോകാൻ ഇനി സമയമില്ലെന്ന് പറഞ്ഞിട്ട് മഹാനായ മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ അങ്ങ് പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം ഉപേക്ഷിച്ചോ അവനങ്ങ് പോയി. നമ്മളും പോകേണ്ടവരാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ ഫി മഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ കദാലിക വഅൗറത്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദു വമാ കാനൂ മുൻദരീൻ. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും കോട്ടകൊത്തളങ്ങളും എല്ലാം ഉപേക്ഷിച്ചു പോയവരാണവര്. ഞങ്ങളും അതുപോലെ എപ്പോഴാണ് എവിടെയാണെന്ന് പറയാൻ കഴിയില്ല. പോകണ്ട എന്ന് എല്ലാവരും പറഞ്ഞാലും, എന്റെ ഉപ്പ എന്ന് മക്കള് വാവിട്ട് കരഞ്ഞു വിളിച്ചാലും, എന്റെ കണ്ണ് എന്നെ ഇട്ടേച്ചു പോവുകയാണെന്ന് പിരിശപ്പെട്ട ഭാര്യ പറഞ്ഞാലും, നാട്ടുകാർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇപ്പൊ പോകരുത് എന്ന് പറഞ്ഞാലും, സമയമെത്തിയാൽ പോകാതിരിക്കാനാവില്ല. വഖൽഫി കരീമാത്തുൻ അലയ്യ ബവാക്കിയ വഫീഹിന്ന ഉമ്മി വശഖീഖി വഇതറതി. എല്ലാരും വിളിക്കുന്നു, പക്ഷെ ഒരാൾക്ക് പോലും മറുപടി പറയാൻ കഴിയാതെ, ഒരാൾക്ക് വേണ്ടി ഒരിത്തിരി പോലും താമസിക്കാൻ കഴിയാതെ ഞാനങ്ങ് പോവുകയാണ്. അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിലെ തനി എന്നിലാരെന്ന്, ഉലകത്തിലെ തനി എന്നിലാരെന്ന് പരൻ വിധിച്ചുമാ വിട്ട് ചുങ്കില് നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട്. നാട്ടിലെ കഥയെന്തെന്ന് അറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ മരണമാകുന്ന പ്രതിഭാസത്തെ സ്വീകരിച്ച്, മരണമാകത്തെ സത്യത്തെ സ്വീകരിച്ച്, മരണമാകുന്ന പരമയാഥാർത്ഥ്യത്തെ സ്വീകരിച്ച് ഞങ്ങൾ ആദ്യമായി ചെന്ന് ചേരേണ്ട വീടാണ് ആരുടെ മണ്ണാകുന്ന മണ്ണറയാകുന്ന ഖബർ. ഈ ലോകത്തിന്റെ അവസാനത്തെ വീട് പരലോകത്തെ ആദ്യത്തെ വീട് അല്ലേ? ഈ ലോകത്തിന്റെ അവസാനത്തെ വീട്, ആഖിറത്തിന്റെ ആദ്യത്തെ വീട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ വആഖിറു മൻസിലിൻ മിൻ മനാസിലിദ് ദുനിയാ. ശഫീഉൽ വറാ റസൂലുള്ളാഹ്, വർക്കപ്പറ ശഫീഉൽ വറാ റസൂലുള്ളാഹ്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബറാകുന്ന വീട്, നാളെ മരണപ്പെട്ട് നമ്മൾ കിടക്കേണ്ട വീട്,
പള്ളിക്കാട്ടിലെ 6 അടി മണ്ണ്. സുബ്ഹാനല്ലാഹ്, ഏകാന്തതയുടെ വീട്, ഒറ്റക്ക് കിടക്കേണ്ട വീട്, പുഴുക്കളും തേളുകളും നിറഞ്ഞ വീട്. നല്ലവർക്ക് സ്വർഗത്തിന്റെ പട്ടകളും പരവതാനികളും നിയമത്തുകളും അനുഗ്രഹങ്ങളും ഇട്ട് പിന്നെ വിരിച്ചു കൊടുക്കപ്പെടുന്ന വീട്. തെമ്മാടികൾക്ക് ശിക്ഷയുടെ ആഘാതകർത്തമാകുന്ന വീട്, ആ ഖബറാകുന്ന വീട്. കൂട്ടിനാളില്ല. ഒരു മനുഷ്യന് മരണശേഷം ഒറ്റക്ക് പാർക്കേണ്ടത് അവിടെ മാത്രമാണ്. പരലോകത്താളുണ്ട്, നരകത്തിലാണെങ്കിലും ആളുണ്ട്, സ്വർഗത്തിലാണെങ്കിലും ആളുണ്ട്, സിറാത്തിന്റെ വിടയാളുണ്ട്, ഖബറിൽ ആളില്ല. അല്ലാഹു ഞങ്ങളെ ഖബർ വിശാലമാക്കട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങള് എപ്പോഴും ഖബർ കാണുമ്പോ കരയുന്നവരാണ്. പരലോകത്തെ പറ്റി പറയപ്പെട്ട മൂപ്പർക്കൊരു കൂസലില്ല. നരകത്തെ പറ്റി പറഞ്ഞാലും അങ്ങനെ ഒരു അനക്കവും ഇല്ല, അതിന് കേൾക്കും അത്രനെ. സിറാത്ത് പാലത്തെ പറ്റി പറഞ്ഞാലും അങ്ങനെ വലിയൊരു വിഷയമല്ല. അതേ സമയത്ത് നരകത്തെ പറ്റി പറയപ്പെട്ടാൽ, നരകം ഒന്ന് കണ്ടാൽ അവിടുന്ന് വല്ലാതങ്ങ് കരയും. ആര് 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 പറയൂ, ആര്? എന്തും മുണ്ടുന്നയില്ല. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്താദ് തന്നെ ഞങ്ങള് കേൾക്കുന്നത്. ഇത് ദീനാണ്, ഇത് കുറച്ചല്ല ഞമ്മ പഠിക്കണോ? അല്ല ഞങ്ങൾ പഠിച്ചിനി മതിയാവല്ല, നന്നായിട്ട് പഠിക്കണോ? പഠിച്ചെങ്കിൽ ചെല്ലാൻ അത്ര നാണക്കേടന്ത് ചങ്കിയാന്ന. അതാണ് കിബിർ. അത് കൽബിന്റെ അകത്തുണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് ഞാനും നിങ്ങളും ഒന്നാണ്. ഈ സമയത്ത് നിങ്ങൾ ഏതോ ഞാൻ ഏതോ അല്ല, ഞാനും നിങ്ങൾ ഒന്ന്. ഞാൻ പറയുന്നത് നിങ്ങളോട്, നിങ്ങൾ കേൾക്കുന്നത് എന്നോട്. ഇത് ദീന്. ഇവിടെ പറയപ്പെടുന്ന ഓരോന്നിനും അളവറ്റ കൂലിയുണ്ട്. അല്ലെ? ഈ ഇരുന്ന ഇരുത്തം ഇത് ചെറിയ വിഷയ. ഈ വന്നിട്ടെന്ന ഈ വരവ്, നിങ്ങളെ വീട്ടിൽ നിന്ന് വരുന്ന പീടിയങ്ങാടി ബന്ധാക്കിയിട്ട് വന്ന്, ഞാനും ഒരു കാര്യത്തിന് ഇവിടെ വന്നു. ഈ വന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് സിമ്പിൾ ഒരു ഞങ്ങൾ അത്രേ പറയൂ. അത്ര സത്യത്തിൽ അള്ളാന്റെ എടുക്കണ്ടല്ലോ. ഇത് വലിയൊരു ഇബാദത്താണ്. ഈന് തൗഫീഖ് കിട്ടിയ ഞങ്ങോ നല്ലോണം പറയണം അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാ. നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങൾ ഇപ്പൊ ചവിട്ടിയ കല്ല് മണ്ണ്, ഇതെല്ലാം ഈ സമയം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. കാണുന്ന പച്ചിലകൾ എല്ലാം 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 ഏതുവരെ നിങ്ങളെ കാലിന്റെ അടിയിലുള്ള കല്ല് മണ്ണുകൾ പോലും നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഈ സമയം പൊറുക്കലിനെ തേടുന്നു. അത്ര കണ്ട് പോരിശയാക്കപ്പെട്ട ഇബാദത്താണിത്. ഇത് ചെറിയ കാര്യമല്ല, ഇത് ചെറിയ വിഷയമല്ല. നിങ്ങളെ കൂടെ ഇരിക്കാൻ വേണ്ടി മാത്രം, നിങ്ങളോടൊപ്പം നിങ്ങളെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി മാത്രം അള്ളാന്റെ പരമസന്നിധിയിൽ നിന്ന്, പരിശുദ്ധ ഹദ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന മലായികത്തുകളുണ്ട്. ഇത് എത്ര വലിയ കാര്യമാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇത് ഡേ നൈറ്റ് മാച്ച് പോലെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കണ്ണടക്കുന്നത് വരെ ഞങ്ങൾക്ക് ഈനുള്ള തൗഫീഖ് ഏറ്റിത്തരട്ടെ. ഇനിയും അല്ലാഹു ധാരാളം നൽകട്ടെ, ഇനിയും അല്ലാഹു ധാരാളം നൽകട്ടെ. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് പറയുന്ന എനിക്കും കേൾക്കുന്നവർക്കും അല്ലാഹു നല്ല ഉപകാരം നൽകട്ടെ, നല്ല ഉപകാരം നൽകട്ടെ. ആമീൻ പറ. നല്ല മാറ്റം നൽകട്ടെ. ഞങ്ങളെ ഇൽമിൽ അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഒരാൾക്ക് ആമീൻ ആമീൻ എന്ന് പറയാനുള്ള നാവുണ്ടെങ്കിൽ അയാൾ ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ആമീൻ ഉണ്ടല്ലേ, ആമീൻ ആമീൻ, ചുണ്ടു കൂടിയറിണ്ട, ബായി മൂടിയറിണ്ട. ബായി കൂടാൻ കഴിയല്ല, ബായി കൂടുമ്പോ എന്താവും? ആമീം എന്നാവും. ആമീം അത് തെറ്റാണ്. അപ്പൊ അർത്ഥം റോങ്ങായി. അവസാനം എന്തല്ല, മീമല്ല, എമ്മല്ല, അവസാനം എന്ന്, നൂന് നൂന് എന്ന്. ആമീൻ. അത് വലിയൊരു ദിക്റാണ്. അതാണ് ഇത്ര കാര്യത്തിൽ പറഞ്ഞ. ഞാൻ ചില മനുഷ്യന്മാർ ചെന്ന് എന്ത് ഏതെന്ന് ഒരു കടയില്ല കൊടിയില്ല, ഓരോരുത്തർ അല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അക്ബർ. ഇനിയിപ്പോ റമളാൻ മാസം വരാനായ അല്ലേ 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 അല്ലേ? നിങ്ങൾക്ക് റമളാൻ മാസം വരാനായല്ലേ? നിങ്ങൾ ഉഗാണ്ടല്ലെന്തോ അല്ലല്ലേ? നിങ്ങൾ ആരിലോ കേൾക്കുമ്പോൾ റമളാൻ മാസം വന്നെങ്കിൽ സ്പെഷ്യലായിട്ട് കുറെ ദിക്കറെല്ലാം ഉണ്ട്. അല്ലാഹ് ഓരോരുത്തർ ചെല്ലുന്ന ദിക്കറിന്റെ കോലം കണ്ടെങ്കിലേ
ചൈനക്കാർ ജില്ല പോലെ അള്ളാഹുവിന്റെ ഗാഫു. അതിനൊന്ന് കേട്ടിട്ട് പഠിക്കാല്ലേ. കേട്ടിട്ട് പഠിക്കാൻ ഇയാൾക്ക് ഒരു നാണക്കേട്. ഇയാൾക്ക് പോയിട്ട് ഉസ്താദിന്റെ ഉള്ളോന്റെ കുറ്റം കുറവല്ലാണ് എല്ലാം ചെല്ലാനാണ്. കമ്മിറ്റിയെ എന്തോട്ട് ഉസ്താദ് അങ്ങനെ, ഉസ്താദ് ഇങ്ങനെ, ഞങ്ങളുടെ നാട് ഇങ്ങനെ, ഉസ്താദെ തേങ്ങ മാങ്ങ, ഉസ്താദെ ഇൻകമോ സദക്ക, ഉസ്താദെ പിരിവ് ബക്കറ്റ്, ഉസ്താദെ കറണ്ട് ബില്ല് അത്, ഉസ്താദെ ശമ്പളം 5ാം ക്ലാസ്, എല്ലാം ചെല്ലാനാണ്. ആ മനുഷ്യനും കൂടി ദിക്ർ നേരെ വരുന്നില്ല. അത് പോയിട്ട് ഉസ്താദിന്റെ കേൾക്കാൻ ചങ്കിയ ഓനെ കമ്മിറ്റി ആക്കിയോന് കൊടുക്കണം മുന്നേ അവാർഡ്. ഈടുത്തെ വിഷയമല്ല, ഈടുത്തെ നിങ്ങളെ വിഷയമല്ലാന്ന്. മൊത്തത്തിൽ പഠിക്കുന്ന വിഷയം എന്തെന്ന് കേട്ട് പഠിച്ചങ്ങാട്ട്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പണ്ടത് പഠിച്ചതെല്ലാം ഓർമ്മ ഉണ്ടെന്നുണ്ടാ? എല്ലാവരും ഇപ്പൊ നല്ലോണം പഠിച്ചോളണമെന്നുണ്ടാ? ഇല്ലല്ലോ. ഞമ്മ ചെല്ലുന്ന ദിക്ർ അതിന്റെ മട്ടം പോലെ ആയില്ലെങ്കിൽ പോയില്ലേ? മുഞ്ഞാന്നൊരു ചങ്ങായി ഞാനിങ്ങനെ ഇപ്പല്ല കുറച്ച് മുന്നേ കൊറോണക്ക് മുന്നേ ഒരു ഓട്ടോറിക്ഷയില് പോയി. ഞാന് ഓട്ടോറിക്ഷയില് പോയി. അങ്ങനെ പോകുമ്പോ വയലിന് പോയതല്ല, സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായി. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുമ്പോ കാടെ ഓട്ടോറിക്ഷന്റെ മുന്നിൽ പേര് എഴുതിയിട്ടുണ്ട് ഒരു വലിയൊരു മഹാന്റെ. ആ ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ നാട്ടില് അല്ലെങ്കിൽ പരിസരത്തുള്ള മക്കബറയിലുള്ള വലിയൊരു മഹാന്റെ പേര്. അത് ബയ്യ അറിഞ്ഞ എനിക്ക്. പക്ഷെ അവിടെ എഴുതിയിട്ട് കണ്ടത് കുറച്ച് നോക്കുമ്പോ ആ പേരും ആ സ്പെല്ലിങ് നോക്കുമ്പോ എനിക്കൊരു മിസ്റ്റേക്ക് പോലെ കണ്ടു. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് സംസാരിച്ച് നോക്കുമ്പോൾ പയ്യ മനസ്സിലായി ആള് നല്ല ഡ്രൈവറാണ്. നമ്മളെ മനസ്സിലായി മുണ്ടി വിഷയല്ലാക്കി അവിടെ എഴുതിയിട്ടുണ്ട് അഷ്റാറുദ്ദീൻ. അഷ്റാറുദ്ദീൻ ആണ് ഓട്ടോറിക്ഷയിൽ എഴുതിനെ. അഷ്റാറുദ്ദീൻ ഇട്ടിന്റെ അപ്പുറം RA. അപ്പൊ അഷ് എന്ന് തന്നെ വായിക്കണം. എസിന്റെ എച്ച് ഉണ്ടെങ്കിൽ പിന്നെ ഷ് തന്നെ വായിക്കണം. അഷ്റാറുദ്ദീൻ. അഷ്റാറുദ്ദീൻ ചെല്ലെങ്കിൽ ദീനിന്റെ ഏറ്റവും വലിയ ഷർറ് പിടിച്ച ആളെന്ന് അർത്ഥം. വെറും നാശം, മലാമത്ത്, അങ്ങനെയാണ് അഷ്റാറുദ്ദീൻ. ദീനിന്റെ ഷർറ. ഞാൻ ഓൻ്റെ ഇങ്ങനെ മുണ്ടിയിട്ട് പയ്യ കേട്ട് അതാ ഈ നിന്റെ എതിരിൽ ഓട്ടോറിക്ഷ എഴുതിന പേര് അതാരുത് ഉസ്താദ്? അത് ഞങ്ങളുടെ നാട്ടിൽ മറുപട്ട് കിടക്കുന്ന വലിയൊരു മഹാനായ ഒലിയന്റെ പേരാണ്. വലിയൊരു മഹാന്റെ പേരാണ്. വലിയൊരു മഹാന്റെ പേര് അങ്ങനെ വരുവാ? ദീനിന്റെ ഷർറ് പിടിച്ച ഒന്നും വരുവാ? അപ്പൊ ഞാൻ ചൊല്ലി ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിനാ. എന്തോ അസ്റാറുദ്ദീൻ. അസ്റാറുദ്ദീൻ. യെസ്, ഓക്കെ. അസ്റാറുദ്ദീൻ ദീനിന്റെ രഹസ്യം അല്ലെങ്കിൽ എന്തോട്ട് സിറ് ഗുട്ടു, ദീനിന്റെ ഗുട്ടു. ആ പേര് ഓക്കെ. അപ്പൊ ആണെങ്കിൽ എച്ച് വേണ്ടല്ലോ. എച്ച് വേണ്ട. ASRA എച്ച് വേണ്ട. അത് അർത്ഥം കറക്റ്റാണ്, പേരും കറക്റ്റാണ്. നീ എവിടെ എച്ച് ഇട്ടിട്ടാകുമ്പോ നീ ഇത് ആര് എഴുത്തന്നെ? ആരും അല്ല. ഞാൻ സ്റ്റിക്കറിന് വീടേക്ക് പോയാ നവീൻ സെന്ററിലേക്ക്. ഓ എഴുതിയോ? ഞാൻ ചില്ല. ഓ എഴുതിയോ? ഓനെന്ത് ഷെറ്, ഓനെന്ത് ഏത് ഷീന്. ഓ അപ്പൊ നമ്മൾ ഒരു അക്ഷരങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, പേരുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പേരൊക്കെ വളരെ വളരെ ജാഗ്രത ആക്കിയിട്ട് പോകണം. തോന്നിയ പോലെല്ലാം ഗൂഗിൾ നോക്കിയിട്ടും മാപ്പ് നോക്കിയിട്ടും യൂട്യൂബ് നോക്കിയിട്ടും കുവൈറ്റിനെ കടത്തിയിട്ടെല്ലാം പേരിടേണ്ടതെല്ലാം കിടാവിന്. ഇപ്പൊ എല്ലാം കിടാന്റെ പേരെല്ലാം അങ്ങനല്ലേ? ഉസ്താദ് ഇതിന് അർത്ഥമുണ്ടാ? ഏന് ഇതേടുന്ന് ഈ പേര്? അത് കുവൈറ്റിനെ കടത്തീനെ. ആരി കിടാന്റെ അബ്ബ കുവൈത്തിരി. അവൻ കുവൈറ്റിനെ കടത്തീനെ. മുന്നേ കുറെ കേക്കും ബിസ്ക്കറ്റും പിന്നെ സ്പ്രേ എല്ലാം കടത്തിക്കൊണ്ടേ. ഇപ്പൊ പേരും കടത്തിയോ? എത്ര പേര്? 6 പേര് കടത്തി ഒരു ബോക്സിൽ ഇട്ടിട്ട്. ഇതിന്റെ അർത്ഥം എന്ത് പേര്? മാമീമോ? അതിനെന്താ അർത്ഥം? ഈ കാണുന്ന എല്ലാ അർത്ഥം പറയാൻ ഇനി അർത്ഥം പറഞ്ഞില്ലെങ്കിൽ നിങ്ങ കടത്തിയ പേരിനെന്തോ അയാൾ അർത്ഥം ചെലിക്ക. അയാൾക്ക് എന്തോ അറിയുന്നില്ല. ഇപ്പത്തെ ഖത്തീബ് എന്തോ അറിയുന്നില്ല. മുന്നത്തെ ഖത്തീബ് മോശമില്ല. ഞാൻ കണ്ട അത്ര നല്ല ഖത്തീബ് ഓന്റെ പേരിനെ ചെറ്റ് വിടക്കായി. ഓ ഈ കടയും കൊടിയില്ലാത്ത പേര് കടത്തിട്ട് ഇപ്പൊ ഇയാളിപ്പോ ബോളായി. ഉസ്താദാണ് ബോളായ. നല്ല പാണ്ഡിത്യമുള്ള ആള്, നല്ലോണം അറിവുള്ള ആള്, കാലങ്ങളേറെ കിതാബിന്റെ മുമ്പിൽ ഈത്തികാഫിരുന്നയാൾ. ഈ മരം മണ്ട ഒരു പേര് കടത്തിയിട്ട് അർത്ഥം ചോദിച്ചിട്ടാകുമ്പോ എന്തോ അറിയാത്ത ആളായി. ആർക്കറിയാത്ത ആളായ? നാട്ടുകാർക്ക് മാത്രമല്ല, ഈ പെണ്ണിനടക്കം. ഇപ്പൊ തുസ്തായൊന്നും ആവല്ല. അയാൾക്ക് എന്തോ അറിയില്ല. ഞാൻ ഒരു 4 പേര് കടത്തി എന്തോ അറിയുന്നില്ല അയാൾക്ക്. ഈ ഉള്ള പേരെല്ലാം കടത്തി അതിന് അർത്ഥം ചെയ്യലേണ്ടിയേ? പിന്നെ ഞമ്മളോരെ പേരിന് കടയും കൊടിയില്ലല്ലേ? മുഞ്ഞാൻ അങ്ങനെ ഒരു മംഗലത്തിന്റെ ഒരു ചങ്ങായിന്റെ മംഗലത്തിന് ആശംസ മംഗലത്തിന് ശുഭകോറുവ ആശംസകൾ അർപ്പിക്കുന്ന ആള് ആര്? 4 ആള് തായുണ്ട് പേര്.
ഒരു ചങ്ങായിന്റെ മംഗൽ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഈ ചങ്ങായിന്റെ മംഗളത്തിന് ശുഭകൂറുവ മൂന്നാള് ഞങ്ങളെ മൂന്നാള് പേര് താഴെ എഴുതിനെ പേപ്പറിലുണ്ട് താഴെ. ഞാൻ വായിച്ചു നോക്കുമ്പോ എന്ത് സംഗതി, സുബ്ഹാനല്ലാഹ്. ഇന്നോന്റെ മംഗളത്തിന് പുതിയാപ്പിളുണ്ട്, ഞാൻ പേരുകളില്ല. ആശംസകൾ അർപ്പിക്കുന്നു. കുവൈറ്റിൽ നിന്ന് അച്ചു, UAE നിന്ന് മിച്ചു, അബുദാബിയിൽ നിന്ന് ഉച്ചു. 3 പേര്. അവസാനം ബ്രക്കറ്റ് ശരിയായ പേരുമുണ്ട്. ഇത് ജനറൽ പേര്, ഇതിന്റെ ശരിക്കുള്ള പേര് ബ്രക്കറ്റിലുണ്ട്. അവിടെ കുവൈറ്റിൽ നിന്ന് അച്ചു, ഏതറിയ അച്ചു ഹസൻ, അതിനാണ് ഈ അച്ചു ആക്കിനെ. ഈ അബുദാബിയിൽ നിന്ന് ഉച്ചു, അതാണ് ഹുസൈൻ. അതിനാണ് ഉച്ചുതാക്കിനെ. സത്യത്തിൽ ഊട ചെല്ലാത്ത അല്ല കാത്ത്, കാസർഗോഡ് ആയതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. ഊടമുറ്റി ഉച്ചു ചെല്ലെങ്കിൽ നേരെ കൊണ്ടോട്ടെ കങ്കനാട്ടില്ല 18ാമത്തെ റൂമിലേക്ക്. അല്ല 18 19 ആടെ ഉച്ചു ആയതുകൊണ്ട് കുറച്ച് ജാഗ്രത ഇപ്പൊ ഈടെ നേരെ പൊട്ടിയായി. അത്ര നല്ല പേരിന് ഉച്ചു കുച്ചു മിച്ചു നല്ലാക്കുന്നതിന് അല്ല, കുറച്ച് ഒരു കൊങ്കാട്ടത്തിൽ ഒരു പിസപ്പാട്ടില് കുറച്ചല്ല ഒരു എന്താ പറയാ പേരിന് ഒരു ഇതാക്കിട്ട് പറയലുണ്ട്, ഓമനത്വം കാട്ടലുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ ആ ഓമനത്വം കാട്ടുമ്പോഴും അർത്ഥം നോക്കണം. തോന്നിയ പോലൊന്നും പറയാൻ പാടില്ല. ഒരു പേരിന്റെ ഉള്ളിലുള്ള കിടാവിന്റെ പേരും പൂച്ചന്റെ കുഞ്ഞിന്റെ പേരും ഒന്ന് തന്നെ, ലില്ലി. കിടാവിന്റെ പേരും ലില്ലി, പൂച്ചന്റെ കിടാവിന്റെ പേരും ലില്ലി. ലില്ലി എന്ന് വിളിക്കുമ്പോ രണ്ടും പേരുന്നു. വാ, ഒന്നിന് മീനും ഒന്നിന് മീനിന്റെ മുള്ളും. തോന്നിയ പോലെ അങ്ങനെ ഇടാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ഞങ്ങളെ പേരും കാര്യങ്ങളെല്ലാം നോക്കണോ. ഞങ്ങൾ നല്ലോണം നിയമങ്ങൾ പറയപ്പെട്ടവരാ. നമ്മളെ നന്മക്ക്, ഞങ്ങളെ ദുന്യവിയായ ജീവിതത്തിന്റെ സന്തോഷത്തിന്, കാലാകാലം ജീവിക്കേണ്ട പരലോകത്തിന്റെ റാഹത്തിന് എല്ലാം കൊണ്ട് നിയമങ്ങളും കാര്യങ്ങളും പറയപ്പെട്ടവരാണ് ഈ സമുദായം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മഹാരുടെ മുമ്പിലെ ഖബർ പറയപ്പെട്ടാൽ വല്ലാതങ്ങ് കരയും. ഉസ്മാൻ തങ്ങൾക്ക് ഖബറിനെ പറ്റി പറയുമ്പോ കരയേണ്ടതില്ല. ഉസ്മാൻ തങ്ങൾക്ക് പരലോകത്തെ പറ്റി പറയുമ്പോ പേടിക്കേണ്ടതില്ല. കാരണം ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ്. ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എത്ര വലിയ മഹാനാ! ആ മഹാനരെ പോലെ ഇസ്ലാമിന് വേണ്ടി സ്വത്ത് ദാനം ചെയ്തയാൾ, ദാനധർമ്മം കൊടുത്തയാൾ, മുസ്ലിമീങ്ങൾക്ക് ദാനം കൊടുത്തയാൾ, അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മം കൊടുത്തയാൾ ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് വേറെയില്ല. ഇല്ല. കയ്യിലൊതുങ്ങാത്ത ബല, കൊക്കിലൊതുങ്ങാത്ത ബല. ജൂതന്മാർ അന്നതാ മദീനയിലുള്ള ഒരു കിണറിന് വേണ്ടി പറഞ്ഞു, വെള്ളമുള്ളവരെ ഒരു കിണറ്, വേറെ കിണറില്ല. മുസ്ലിമീങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വെള്ളമില്ല. വെള്ളമുള്ള കിണറാണെങ്കിൽ ജൂതന്മാരെ കയ്യിലാണ്, ജൂതന്മാരെ അധീനത്തിലാണ്. മഹാന്മാരായ സഹാബികൾ ആലോചിച്ചു പോയി, ഞങ്ങൾക്ക് ആ വെള്ളത്തിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ, വെള്ളത്തിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ആ ജൂതന്മാരോട് പോയിട്ട് ചോദിക്കുന്നു, ആ കിണർ ഞങ്ങൾക്ക് വിൽക്കുമോ? ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ഭായിലൊതുങ്ങാത്ത വില, അതിന്റെ 10 ഇരട്ടിയല്ല 100 ഇരട്ടി അധികമുള്ള വില ജൂതന്മാർ പറഞ്ഞപ്പോ ആ സ്പോട്ടിൽ എണ്ണിക്കൊടുത്തിട്ട് മഹാനായ ഉസ്മാൻ അതങ്ങതാ ഇസ്ലാമിനെ വഖഫ് ചെയ്യുന്നു, മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യുന്നു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇത് ഉസ്മാനിന്റെ ലാഭ കച്ചവടമാണ്. അതാണ് ഉസ്മാൻ. ആ കിണറിന്റെ പേരാണ് ബിഅ്റു ഉസ്മാൻ. ഇന്നുകൊണ്ട് മദീനയിൽ ആ കിണർ വെള്ളമില്ല. 1400 ചില്ലാന വർഷമായി ഇന്നും ആ കിണറുണ്ട്. പഴയ പ്രൗഢിയോടുകൂടി മനോഹരമായ നിലക്ക് കെട്ടിയ കല്ലുകൊണ്ട് പാകി ഉഷാറാക്കപ്പെട്ട കിണറ്. ചില ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞു വീണിട്ടുമുണ്ട്. യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കും ചിലപ്പോൾ കാണും, വീഡിയോ കാണും, ഇമേജ് കാണും. ഇന്നും അതുണ്ട്. വഹാബികളാണെങ്കിലും കുറെ എല്ലാം തച്ചു പൊളിച്ചിട്ട് കക്കൂസും ടോയ്ലറ്റ് ആക്കിനെങ്കിലും ഇത് ഇപ്പൊ ബാക്കിയുണ്ട്. നോക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിയിരുന്നോ, നാളെ ചിലപ്പോൾ അതും ടോയ്ലറ്റ് ആക്കുവോറും. വഹാബിക്കുന്നത് ബിഅ്റു ഉസ്മാൻ, വഹാബിക്കുന്നത് മഹാന്മാരുടെ അസറ്. അതായിരുന്നു ഉസ്മാൻ, അവരായിരുന്നു ഉസ്മാൻ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ലികുല്ലി നബിയിൻ
ലിക്കുല്ലി നബിയ്യൻ റഫീഖും ഫിൽ ജന്ന ഫറഫീഖി ഉസ്മാൻ. സ്വർഗലോകത്ത് എല്ലാ നബിമാർക്കും ഒരു സ്നേഹിതനുണ്ട്, ആത്മമിത്രം. എന്നാൽ സ്വർഗലോകത്ത് എന്റെ ഏറ്റവും നല്ല സ്നേഹിതൻ അത് ഉസ്മാനാണ്. നബി തങ്ങളെ 2 മക്കളെ കെട്ടിയ മരുമോന, നബി തങ്ങളെ 2 പെണ്ണുമക്കളെ കെട്ടാൻ ഭാഗ്യം കിട്ടിയ മരുമോന മഹാനായ ഉസ്മാൻ. സ്പോട്ടിലല്ലോ, ഏകദം ഒന്നിച്ച് കെട്ടിയതല്ല. ഇളയളെയും മൂത്തോളെയും ഒന്നിച്ചിട്ട് കെട്ടാൻ പറ്റാല, തിരിഞ്ഞിട്ടാ. നിങ്ങ മൂത്തോളെ കെട്ടി, അല്ലെങ്കിൽ ഞാൻ കെട്ടിട്ടല്ല ആയി, പിന്നെ തോന്നി ശവ വേണ്ട നീ ഇളയാട്ടി. എന്തോ ഓളെ കയ്യിലിരിപ്പ അല്ല ഓളെ സ്വഭാവ എന്തോ കണ്ടിട്ട് തോന്നി. എന്നാ ഇനി പറ്റാല, കെട്ടിട്ടായി. ഇനി കെട്ടണമെങ്കിൽ 1 കിലോ ഓളെ ഒഴിവാക്കണോ, അല്ലെങ്കിൽ മയ്യത്താണോ, കൊന്നണ്ട അല്ല മരിക്കണോ. ഒട്ടാരെ നമ്മൾ ഈ ബന്ധത്തിന് പോണോ എന്നെങ്കിൽ 2ാമത്തോളെ കെട്ട. അല്ലാതെ ഒരു ഇളയളെ കൂടെ മൂത്തോളെ അല്ലെങ്കിൽ മൂത്തോളെ കൂടെ ഇളയളെ കെട്ടാൻ വകുപ്പില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കെട്ടിയത് അങ്ങനെയാ. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ, ഒരു പെണ്ണ് നബി തങ്ങളെ മകൾ ഭാര്യയായിട്ട് ഉണ്ടായിരിക്കെ കെട്ടിയതല്ല. സൈനബാനെയും ഉസ്മാനെയും ഉമ്മു കുൽസുമിനെയും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഭാര്യമാരായി സ്വീകരിച്ചത് ഒരാളുടെ വിയോഗാനന്തരം, മരണാനന്തരം. 2 ഭാര്യമാരെ കെട്ടിയത് കൊണ്ട്, നബി തങ്ങളെ 2 പെണ്ണുമക്കളെ കെട്ടിയവരായതുകൊണ്ട് 2 പ്രകാശമുടയ ആൾ എന്ന അപരാഭിനാമത്തിൽ അറിയപ്പെട്ടവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ തങ്ങളതാ ഖബർ കരിയുമ്പോ വല്ലാണ്ട് അങ്ങ് കരിയുന്നു. ഞങ്ങൾക്കെന്ത് ഖബർ? ഞങ്ങളെ ചെറുക്കനതാ പോയിട്ട് അവിടെ മൊബൈലും പിടിച്ചിട്ട് യൂട്യൂബും മറ്റേ ഫേസ്ബുക്കും അവിടെ നോക്കുന്ന എന്നെ ഖബറിന്റെ മീസാൻ കല്ലിൽ ഇരുന്നിട്ട് എന്താ കേൾക്കുമ്പോ ചെല്ലാൻ പറഞ്ഞാ ഇവിടെ നല്ല റേഞ്ച് ഉണ്ടോ. ഞങ്ങളെ ചങ്ങായി പോയിട്ട് ആടനെ ഇരുന്നിട്ട് ചിള്ളിക്കൊണ്ടുള്ള ചങ്ങായ ഉപ്പാപ്പാന്റെ മീസാൻ കല്ലി ഖബർ വന്ന് നീ എന്താ ആടിരുന്നെ? ഇവിടെ ഫുൾ ടവർ തൂയിന്ന് പുറത്തേക്ക് തൂയിന്ന് റേഞ്ച് തൂയിന്ന് മറിയുന്നു. ഓനെന്താ ഖബർ? നമുക്കെന്ത് ഖബർ? ഏതാണ് ആ ഖബർ? ഭീകരമാണ്, ഭീഭത്സമാണ്. നാളെ കിടക്കേണ്ടതാണ്, നന്മകളല്ലാതെ അവിടെ കൂട്ടിനില്ല. മഹാനായ ഉസ്മാന് തങ്ങള് ഖബറിനെ പറ്റി പറയപ്പെടുമ്പോ കരയുമായിരുന്നു. ഉസ്മാന് തങ്ങളോട് ചോദിക്കപ്പെട്ടു, എന്തേ നിങ്ങൾ കരയുന്നു? ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തറിയാ? ഇൻ കുന്തു ഫിന്നാരി കുന്തു മന്നാസ്. ഞാൻ നരകത്തിലാണെന്ന് കൂട്ടിക്കോ, എന്നാലും അവിടെ മനുഷ്യന്മാരുണ്ട്, കൂടെ ആളുണ്ട്. നരകത്തിലല്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഉസ്മാൻ തങ്ങളെ പറയുകയാ, ഒരു വേള ഞാൻ നരകത്തിന്റെ ആളായി നരകത്തിന് പോയാൽ അവിടെ എന്റെ കൂടെ മനുഷ്യന്മാരുണ്ട്, മറ്റു ജനങ്ങളുണ്ട്. ഞാൻ ഖിയാമത്ത് നാളിന്റെ ഭീകരതയിലായാൽ, ഖിയാമത്ത് നാളിലായാൽ, പരലോകത്തായാൽ അവിടെയും അങ്ങനെ കുന്തുമാന്നാസ്, അവിടെയും എന്റെ കൂടെ ജനങ്ങളുണ്ട്, ഞാൻ മനുഷ്യന്മാരെ കൂടെയാണ്, ഒറ്റക്കല്ല. ഞാൻ ഖബറിലായാൽ ലം യകുൻ മഈ അഹദ്, എന്റെ കൂടെ ഒരാളുമില്ല. അവിടെ ഞാൻ ഒറ്റക്കാണ്, ഏകാന്തനാണ്, ഒറ്റക്കാട്, കൂട്ടിനാളില്ല. അതുകൊണ്ട് ഞാൻ കരയുന്നു. ഖബർ കേൾക്കുമ്പോ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പൊളുക്കൽ തിരുളുകൾ പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നത്. നാളെ കിടക്കണ്ടേ ഭീകരമായ ആ ഖബർ വിശാലമാകണ്ടേ, സ്വർഗത്തിന്റെ തോപ്പാകണ്ടേ, മനോഹരമായ വീടാകണ്ടേ.
ആകണമെങ്കിൽ മുത്തുനബി തങ്ങളെ പറയുന്നുണ്ട്, മന്നറാദ അയ്യഞ്ചുവ മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഭീകരതയിൽ നിന്ന്, ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷ വേണമെന്ന ആശയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഫഅലൈഹി ബിസ്സദഖ, അയാള് സ്വതക്ക കൊടുക്കട്ടെ, ദാനം കൊടുക്കട്ടെ, ധർമ്മം കൊടുക്കട്ടെ. ദാനധർമ്മം ഞങ്ങളെ ഖബറിൽ രക്ഷപ്പെടുത്തും. ദാനധർമ്മം ഞങ്ങളെ ഖബറിൽ കൂട്ടാളിയാണ്. ദാനധർമ്മം ഞങ്ങളെ ഖബർ പ്രകാശിപ്പിക്കും. ദാനധർമ്മം ഞങ്ങളെ ഖബറിനെ മനോഹരമാക്കും. ദാനധർമ്മം ഞങ്ങൾക്ക് അവിടെ നാളെ കൂട്ടിനുള്ള അമലായി വരും. അള്ളാഹു അവനെ മറന്നു കളയാത്ത സമ്പത്ത് തന്നിട്ട് നല്ലോണം ദാനം ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹ് നൽകട്ടെ. കൊടുത്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളിലുള്ള രോഗങ്ങളെ, പ്രയാസങ്ങളെ മരുന്നില്ലാതെ മാറ്റിത്തരട്ടെ. കടങ്ങളുണ്ട്, കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. വാഗ്ദാനം ചെയ്ത് കൊടുത്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് കൊടുക്കാനുള്ള കടത്തിനും കിട്ടാനുള്ള കടത്തിനും അള്ളാഹു നല്ല വഴിയും നല്ല മനസ്സും തുറന്നു തരട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ പ്രതിഫലം അത് ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി. ഇൻഷാ അല്ലാഹ് 12 മണിയാകുമ്പോൾ ദുആയോട് കൂടി തീരണം. അതിന്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആരും പോകരുത്. ദൂരെ നിന്ന് വന്നവരാണെന്നറിയാം, കുറേ നേരം നീട്ടുന്നത് ശരിയല്ല എന്നും അറിയാം. ഇപ്പം എന്തായാലും ശരിയല്ല, കാരണം കുട്ടികൾക്ക് ഈ എക്സാമും പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പം കഴിവതും വേഗം തുടങ്ങിയിട്ട് നിർത്തണം. ഇത് ഈ പണ്ടത്തെ പോലെ തന്നെ 10 മണിക്ക് തുടങ്ങിയിട്ട് 12 മണി. സമാൻ ബദൽ ഗയാ, സമാനാ ഖറാബ് ഹെ. മുഹമ്മദ് റാഫി പാടിയല്ലോ, സമാനാ ഖറാബ് ഹെ. അത് മാത്രമല്ല, ചേഞ്ചായി. അപ്പൊ പണ്ടത്തെ അതേ സ്റ്റൈൽ തന്നെ കൊണ്ടുവന്നങ്ങാവല്ല. ഉസ്താദ് മുന്നേ തുടങ്ങി ആരും വരുന്നില്ല, ഈനങ്ങനെ എല്ലാരും പിന്നെ തുടങ്ങി എല്ലാരും വരല്ല. ഈന് വരണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് തന്നെ വേണോ? നീ അങ്ങനെ എല്ലാരും വരും ചെലിട്ട് 11 മുക്കാലാക്കാൻ നിൽക്കണ്ട. കാരണം ഇത് മഹിളാ കബഡി പന്തിയാട്ടല്ല. അതിനാണെങ്കിൽ പിന്നെ ചെല്ലാൻ വേണ്ടല്ലോ. ആര് വന്ന് ബാക്കിയുള്ളവർ വരും, അതാണ് ഇത്. ഇത് സാധാരണ ലോക്കൽ പരിപാടി അല്ലല്ലോ. വേഗം തുടങ്ങുക, വേഗം നിർത്താ. ഇത് നിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടുള്ള അപേക്ഷയാണ്. അത് എല്ലാവർക്കും നല്ലതുമാണ്. മാത്രമല്ല, കുട്ടികൾക്ക് എക്സാമും പരീക്ഷയും സ്കൂളും എല്ലാമാണ്. പിന്നെ സമയമെല്ലാം കുറച്ചൊക്കെ അഭിപ്രായ കാലമല്ലേ. സമയം പിടക്കായതല്ല, ഞമ്മ പിടക്കായത്. ഞങ്ങ നാള് വെടക്കായി നീ ചെല്ലും. സത്യത്തിൽ നാളെ വെടക്കായിട്ടൊന്നുമില്ല, ഞങ്ങ വെടക്കായി. നാളെ പണ്ടത്തെ പോലെ ചൊവ്വാഴ്ച തന്നെ ആയിട്ടുണ്ട്. 12 മണി ആയിട്ട് തന്നെ ഉണ്ട്. 6:40 തന്നെ ആയിട്ടുണ്ട്. 6:40 സുബൈ 11 മണി ആയിട്ട് അതങ്ങനെ ഉണ്ട്. നമ്മളാണ് വെടക്കായി. സമയത്തിന് ഇന്നലെ മനുഷ്യന്മാർ പറഞ്ഞത് ടൈം ശരിയില്ല, മനുഷ്യൻ വെടക്കായി, ടൈം ശരിയില്ല, നാളെ വെടക്കായിട്ടൊന്നുമില്ല, ഞമ്മ വെടക്കായതാ. നല്ലൊരു മജ്‌ലിസിൽ ഒത്തുകൂടിയ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്ന് എണീച്ചിങ് വരണം. ഞാൻ ദ്വാരന്തരം അവസാനിപ്പിക്കും. ഇനി നിങ്ങളെ ഇരുന്നിട്ട് വെടിഞ്ഞ നിങ്ങളെ നിർത്തിയിട്ട് കുറെ വെടിക്കുന്നില്ല. വെടിച്ചലാക്കാൻ പാടുമില്ല. ചിക്കറാതൊരു ചൊക്കവാക്കിയിട്ട് വേഗം തീർക്കണമെന്നാണ് റസൂലുള്ളാഹി തങ്ങളെ ഹദീസ്. ഏതൊരു വിഷയവും അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് നന്നൊന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. നിങ്ങൾ ബേജാറാവുകയും വേണ്ട. പോണ്ട, ആരും പോയിരണ്ട. ഒരു 5 മിനിറ്റ് ഇനി തന്നില്ലെന്നും സാരമില്ല. നമുക്കൊന്ന് ദുആരക്കാം. നമ്മളെ ഏക പ്രതീക്ഷ ദുആയല്ലേ. നമ്മളെ അമലൊന്നും ഇല്ല, ഇബാദത്തൊന്നും ഇല്ല. വേണമെങ്കിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും മാത്രമേ കയ്യിലുള്ളൂ. എന്നാലും നമ്മൾ രക്ഷപ്പെടണ്ടേ? നമുക്ക് ദുആരക്കാം, അള്ളാഹിനോട് ദുആരക്കാം. അള്ളാഹു കാരുണ്യവാനാണ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊന്നും അള്ളാഹ്ക്ക് വലുതല്ല. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. അള്ളാഹു കാരുണ്യവാനാണ്. ഞങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന മഹാന്റെ മുമ്പിൽ ദുആരക്കാം. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മഹാൻ, അള്ളാഹ്ക്ക് വേണ്ടി മരണപ്പെട്ട മഹാൻ, അള്ളാന്റെ ലോകം ആദരിച്ച മഹാൻ, അനവധി നിരവധി കശ്ഫ് കറാമത്ത് കൊണ്ട് വിശ്രുതരായ മഹാൻ, എത്രയോ അനുഭവങ്ങളും ചരിത്രങ്ങളും പറയപ്പെടാനുള്ള മഹാൻ. അള്ളാഹു അവരുടെ മദതും ബർക്കത്തും നമുക്ക് 2 ലോകത്തും നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ചാരത്ത് നിർമ്മിക്കപ്പെടുന്ന സ്ഥാപനം അത് മനോഹരമായ നിലക്ക് പെട്ടെന്നുള്ള പൂർത്തിയാക്കി തരട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ഹാജി സാഹിബ്, കമ്മിറ്റി നേതാക്കള്, ബന്ധപ്പെട്ട നമ്മുടെ ഭാരവാഹികള്, സെക്രട്ടറി, അതുപോലെ തന്നെ ഉപാധ്യക്ഷരായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരനും സ്നേഹിതനുമായ അമീദ് സാഹിബ് അടക്കമുള്ളവർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്
ഈ പള്ളി മഹാന്റെ ചാരിത്ത് സിയാറത്ത് ചെയ്യാൻ നാടിന്റെ മുക്കുമൂലകളിൽ നിന്നൊരു ജനങ്ങൾ വരുന്നുണ്ട്. വിശ്വാസികൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലാത്തവർ എല്ലാ മതത്തിന്റെ ആൾക്കാരും വരുന്ന സ്ഥലമാണ്, പുണ്യകേന്ദ്രമാണ് ഇർദമക്ക. അത് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. ജാതിമതമില്ലാതെ വ്യത്യാസമില്ലാതെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും പ്രാർത്ഥനകൾക്കും പുണ്യം തേടിയിട്ടും വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഇർദമക്ക. അവിടെ എല്ലാരും വന്നിട്ട് സിയാറത്താക്കിയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ നിസ്കാരിക്കാതെ അല്ലെങ്കിൽ മൂത്രിച്ചിട്ട് മനോഹരിക്കാതെ പോകാൻ കഴിയോ? നമുക്കത് പറ്റില്ല. സിയാർത്ത് ചെയ്യുന്ന സുന്നത്തായ കാര്യമാണ്. അതിന്റെ പേരിൽ സിയാർത്തിന് വന്ന് പറഞ്ഞിട്ട് ലുഹ്റുസ്കാരം കള്ളാക്കാൻ പറ്റോ? ഞമ്മിപ്പോ ഉറൂസെല്ലാം അങ്ങനെ ആക്കി അല്ലേ? ഉറൂസ് എന്ന് പറഞ്ഞിട്ട് ഞമ്മ അങ്ങ് പോയി 3 മണിക്ക് പോയിട്ട് രാത്രി 11 മണിക്ക് വന്ന് അതിന്റെ ഇടയിൽ അസറും ഇല്ല, മാരുവും ഇല്ല, ഇഷാവും ഇല്ല, എന്തും ഇല്ല. എന്താ എത്ര ലേറ്റായ? ഞാൻ ഉറൂസിന് പോയേ. എന്ത് ഉറൂസ് നിൽക്ക്? നീ എന്തിനാ ഉറൂസിന് പോയേ? നിർബന്ധമായ കാര്യം ഒഴിവാക്കാൻ ഒരു റൈറ്റ്സ് ഇസ്ലാം പറയുന്നില്ല. അപ്പൊ അത് അവർ ഒഴിവാക്കാതിരിക്കണമെങ്കിൽ സൗകര്യം ഞമ്മ എതിർക്കണം. ഞമ്മ പെണ്ണുങ്ങ പള്ളിക്ക് വരണ്ട, ആ പെണ്ണുങ്ങ പള്ളിക്ക് വരണ്ട ചെല്ലുകയും ചെയ്യും. ബന്ധ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ആക്കുന്നുമില്ല. ഈനെന്തർത്ഥമുള്ള പെണ്ണുങ്ങ പള്ളിക്ക് വരണ്ടെന്ന് പറയുന്നത് എന്തറിഞ്ഞോ? എന്റെ പെണ്ണുങ്ങ പള്ളിക്ക് വരരുത്, ശരിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് അങ്ങനെയില്ല, സഹാബികളെ കാലത്ത് അങ്ങനെയില്ല. റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മാലിക് ദീനാർ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നു. മംഗലാപുരത്ത് വലിയ പള്ളിയെല്ലാം കെട്ടിയത് അന്ന് തന്നെയാണ്. അന്ന് മുതൽ ഇന്നോളം പെണ്ണുങ്ങ പള്ളിക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? എന്തേ പോകുന്നില്ല? പെണ്ണുങ്ങ പള്ളിക്ക് വന്നെങ്കിൽ ചില ആണുങ്ങ പള്ളിന്ന് പുറത്തേക്ക് വരല, അതുകൊണ്ട് പോണ്ട. തിരിഞ്ഞിട്ട പെണ്ണുങ്ങളിൽ പള്ളിക്ക് പോണ്ടാൻ ചെല്ലിയത് ഷോക്ക് അടിച്ചിട്ട് മരിക്കും ചെല്ലിട്ടല്ല, ഹൗദിന്റെ വെള്ളം കാലിയാവും ചെല്ലിട്ടല്ല, കറണ്ട് ബില്ല് ഏറെ വരുമെന്ന് ചെല്ലുമല്ല. പെണ്ണുങ്ങ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി എന്നെ പോലത്തെ ചില ആൾക്കാർ പള്ളിയിൽ നിന്ന് പിന്നെ പുറത്തേക്കേ വരല. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോണ്ടിയ ആണ് സുബഹി 8 മണിക്ക് തന്നെ പോകും ളുഹ നിസ്കരിക്കാൻ. സംഗതി അവിടെ ഓർ വരുന്നല്ലേ, പിന്നെ നമ്പർ കൊടുക്കാൻ എളുപ്പമല്ലേ. ഇതെല്ലാം മനസ്സിലാക്കിയ റബ്ബ് പറഞ്ഞു പെണ്ണുങ്ങ പള്ളിക്ക് വരേണ്ടതില്ല, അവർക്ക് അവരുടെ വീട്ടിൽ തന്നെയാണ് ഏറെ കൂലി. പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചതിനേക്കാൾ ഏറെ കൂലി അല്ലാഹു നിനക്ക് അവിടെ തന്നെ നൽകുന്നു എന്നാകുമ്പോ പിന്നെ നീ അതിനെ ഓവറാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് കഴിഞ്ഞ പള്ളിക്ക് പറക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും വരണമെന്നൊന്നുമില്ല. അവിടെ ഉണ്ടാക്കിയ ബിരിയാണി, മന്തി, കായ്ച്ചത്, പൊരിച്ചത് എല്ലാം ഞങ്ങൾ കിടക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും വരണ്ട എന്ന് ചെല്ലിയിട്ടും പിന്നെ നീ അതിൻ്റെ ഇടയിൽ നൂങ്ങിയിട്ട് അടങ്ങിയിട്ട് വീണിട്ട് ഞരങ്ങിയിട്ട് വന്നിട്ട് നീ ഈ കച്ചമ്പാറ് തിന്നാൻ ഇത്ര കഷ്ടപ്പെടുന്നത് നീ നിനക്ക് ആടൊക്കെ എന്നെ കൊണ്ടു തരാന്നല്ലേ ഇല്ല? അതല്ല ഹൈറ്. അതാണല്ലോ പെണ്ണുങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് അതേ ഹൈറ്, നീ അവിടെ നിൽക്കുക. അത് മാത്രമല്ല, ഞങ്ങളെപ്പോലത്തെ ചില മൂക്കുമുസുണ്ടില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അള്ളാഹു നിസ്കരിക്കേണ്ട വരണ്ടെന്ന് പറഞ്ഞേ. വേറെയും കാരണമുണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മാസക്കുളി ഉണ്ടാകുന്ന സമയം ഉണ്ടാവും. അതൊരു വേള പള്ളിയിലിരിക്കുന്ന സമയത്തായി പോയാലോ, ളുഹർ നിസ്കരിച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞ് 4 റക്അത്ത് നിസ്കരിക്കേണ്ട ളുഹർ 2 റക്അത്ത് കഴിഞ്ഞ പാടൊരു വേള ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പെണ്ണ്, ഞങ്ങളെ പെങ്ങൾ, ഞങ്ങളെ പൊന്നുമോള് ഹൈലകാരി ആയാലോ പിന്നെ പള്ളിയിൽ നിൽക്കാൻ പറ്റോ? പറ്റാലോ. നിസ്കരിക്കാൻ പൂർത്തിയാക്കാൻ പറ്റോ? പറ്റാലോ. കൈകീച്ചിട്ട് പുറത്തേക്ക് വരണ്ടേ? അത് പള്ളിയല്ലേ. കൈകീച്ചിട്ട് പുറത്തേക്ക് വരുമ്പോ നാട്ടുകാർ എല്ലാം അറിഞ്ഞില്ലേ? എന്തെന്ന് കുഞ്ഞാലാജിന്റെ മോക്ക് അയിലായിന് 48 ആളെ ഏടെന്ന് കൈകീച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോ എന്താ കേൾക്കുന്നില്ല മനുഷ്യന്മാർ? നീ എന്താ 2 റക്അത്ത് പാതിയൊക്കെ കണക്ക് കുളിയായി. അതൊരു പെണ്ണിന് കുറച്ച് ബേജാറാവല്ലേ. അതല്ലാഹു തആല പെണ്ണിന്റെ മാനം കാത്തു, പെണ്ണിന്റെ ഇസ്സത്ത് അല്ലാഹു കാത്തു, പെണ്ണിന്റെ ബല അല്ലാഹു കാത്തു. അതുകൊണ്ടെല്ലാമാണ് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞത് പെണ്ണ് ഉപയോതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യമുള്ള വീട് റൂം തന്നെയാണ് ഖൈറ്. അവിടെ നിസ്കരിച്ചോ, അവിടെ പ്രാർത്ഥിച്ചോ. പള്ളി ആണുങ്ങൾക്കാണ് ഫീഹി റിജാൽ. ഖുർആനല്ലേ, ആണുങ്ങൾക്കാണ് പള്ളി. ഏതോ ആട്ടെ, ഇനി പള്ളി നിസ്കരിക്കുന്ന സിയാറത്ത് എന്താട്ടെ, ഉറൂസാട്ടെ എന്താട്ടെ, അവിടെ നീ അതിന്റെ പേരിൽ നിസ്കാരം കള്ളാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഹറാമിയത്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്ത്രീ പുരുഷ സമ്പർക്കമോ ദർശനമോ സ്പർശനമോ ഉണ്ടാകാൻ പാടില്ല. ഇപ്പല്ല, കുറച്ച് മുന്നേ ഞാൻ ഒരു വയലും കഴിഞ്ഞിട്ട് പോന്ന്, രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് പോന്ന്, ഏകദേശം ഒരു 1:30 മണി 2 മണി ആയിന് അങ്ങ് പാസ്സാകുമ്പോ അപ്പുറത്തുമ്പോ സുബ്ഹാനല്ലാഹ് പോന്നെന്റെ ഇടയിൽ ഒരു നാട്ടിൽ ഉറൂസ് അടുത്ത് തന്നെ 1:45 എന്തായിന് ഈ പറയുന്ന ജാഗ. ഫോണിൽ ചോദിച്ചോ, മൈക്കിൽ പറയുന്നത് ഇത്ര പാങ്ങല്ല. ഫോണിൽ ചോദിച്ചാൽ പറയാം. എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പോവാന്നാണ്, പോയിട്ട് ഏകദേശം 1:45 എന്തോ ആയി അടുത്തുമ്പോ. എന്റെ നാട്ടിലേക്കല്ല,
ഇനി എന്റെ അടുത്തേക്ക് പിന്നെയും പോകണം. അതിന്റെ ഇടയിൽ ഒരു സ്ഥലം ആടക്കെത്തുമ്പോ 1:45 ലൈറ്റിങ്സ് എല്ലാം ബന്ധായിന്, ജനറേറ്റർ എല്ലാം ബന്ദ്. വയലൊന്നും സ്റ്റേജ് ഒന്നും കാണുന്നുമില്ല, വയലൊന്നും ഇല്ല. ആൾക്കാർ പറ്റുണ്ടാട്, മനുഷ്യന്മാരല്ലോ എല്ലാം അവിടെ കൂട്ടം കൂടിയിട്ട് ഗുമ്പായിട്ട് വിഷയാക്കും. അപ്പൊ ഞാൻ മെല്ലെ കാർ സൈഡാക്കാൻ ചെല്ലി. ഞാൻ കേട്ട് എന്ത് വിഷയം, എന്ത് മണി 1:45, പ്രസംഗം ഒട്ടും കേൾക്കുന്നുമില്ല, ലൈറ്റ് സെൽ ബന്ധായിന്, എന്ത് കഥ? അത് തല്ല് ഉറൂസിന്റെ എന്ത് വിഷയോ? ഏതോ ഒരു പെണ്ണിന് ഒരു ചെക്കൻ നമ്പർ കൊടുത്തോലോ, നമ്പർ കൊടുക്കാൻ പറ്റിയ ജാഗ കണ്ട നമ്പർ അങ്ങനെ കൊടുക്കല ചെക്കൻ. അവ മുന്നേ കേട്ടിട്ടുണ്ടാവും, പെണ്ണും അങ്ങനത്തെ തന്നെ ആയിട്ടുണ്ടാവും. ഇത് തടയണ്ടേ? ഇത് ഇങ്ങനെല്ലാം ആയിട്ട് ഭയ്യ നമുക്ക് പറയാനുള്ള അങ്ങനെ കണ്ട ഉറൂസ് വേണ്ടെന്നാക്കണം, കമ്മിറ്റിക്കാരനാരെയില്ല. ഈ കടത്തിയ ബാപ്പക മൂക്കുണ്ട. ഇതിനെ കൺട്രോൾ ചെയ്യാത്ത ഉമ്മാക്ക് ശരിയുണ്ടോ? ഭർത്താവിന് ശരിയുണ്ടോ? അവിടെയാണ് ആദ്യം കൺട്രോൾ ആക്കേണ്ടത്. അവരോട് വരുമ്പോഴേ ദീനി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കൺട്രോൾ ആക്കണോ, പിന്നെ കമ്മിറ്റിക്കാരുടെ തലക്കിടണോ. കമ്മിറ്റിക്കാർ ചെയ്യണോ? പൈസ കിട്ടുന്നതിൽ എല്ലാം ഓപ്പൺ ആക്കി കൊടുക്കുന്നതല്ല. പൈസ കിട്ടും, അത് വേറെ വിഷയം. സൗകര്യങ്ങളെല്ലാം മട്ടം പോലെ ആകണം, ദീനി രൂപത്തിൽ തന്നെ ആവണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് ആരാധനയാണ്, ഇത് ഇബാദത്താണ്. നിർബന്ധമായ കാര്യങ്ങൾക്ക് ഭംഗം വരാനോ നിഷിദ്ധ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാനോ ഒരിക്കലും ഇത്തരം പിന്നെ പരിപാടികൾ കാരണമാകാൻ പാടില്ല. അല്ലാഹു ഞങ്ങളെ എല്ലാമലും കബൂൽ ചെയ്യട്ടെ. ഞങ്ങളെ കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കും ദീനിനും നാടിനും സമുദായത്തിനും ഏറിയ ഗുണം നൽകട്ടെ, ഏറിയ ഗുണം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പള്ളി പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല, ആണുങ്ങൾക്കും ഇല്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഒരു ഉദ്ദേശമുണ്ട് കമ്മിറ്റിക്കാർക്ക്. പിന്നെ ഒരു മൂത്രിച്ചിട്ട് മനോഹരിക്കാനുള്ള സൗകര്യമില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന്റെ വലിയ കമ്മിറ്റി നേതാക്കൾ മറാക്കളൊക്കെ കൂടി മഹാനുഭാവന്റെ ചാര തന്നെ നല്ല മനോഹരമായ 10-70 സെന്റ് സ്ഥലം അത് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അവിടെ തട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ പാർക്കിംഗ് കാണുന്നത് അവിടെയാണ്. ആ മനോഹരമായ സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഉറൂസിന്റെ മുമ്പ് ഈ മഹാനുഭാവനെ കാണാൻ, ഈ മഹാനുഭാവന്റെ കാൽച്ചുവട്ടിൽ സിയാറത്ത് ചെയ്യാൻ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളെ സഹകരണത്തോടു കൂടി അവിടെ ഒരു ദീനീയായ ഒരു സംരംഭം ഉണ്ടാകണം. അപ്പൊ ഇനി പലരും സഹായം വാഗ്ദാനം ചെയ്തു അവരവരാവതുപോലെ. 5000, 10,000, 15,000, 25,000, 40,000, 50,000, 1 സെന്റ്, അര സെന്റ്, കാ സെന്റ്, ഏകദേശം 40,000 ഉറുപ്പികയാണ്. 40 45 46,000 ഉറുപ്പികയാണ് 1 സെന്റിന് അവിടെ വില പിടിച്ചത്. നല്ല വിലയുള്ള സ്ഥലമാണ്. അതിന്റെ ആൾക്കാർ പിന്നെയും കുറച്ചു അൽഹംദുലില്ലാഹ്. ഏതോ ആകട്ടെ 46 ഏകദേശം കുറച്ചെല്ലാം കൊടുത്ത്. ഇപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ഒരു 30 സെന്റിന്റെ പൈസ അല്ലേ, ഒരു 30 സെന്റിന്റെ പൈസ ആയി. ഇതിനൊരു 30ഓളം സെന്റിന്റെ പൈസ ആവണം. 30 അല്ല 40ഓളം. അപ്പൊ അതിപ്പോ എല്ലാവർക്കും ഒറ്റടിക്ക് 40 ഞാൻ തരാം എന്ന് പറയാൻ കഴിഞ്ഞോളൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞെങ്കിൽ പിന്നെ അതുപോലത്തെ ഒരു ഭാഗ്യവാനെ കാണുക എന്നത് വലിയ ഭാഗ്യല്ലേ. പറ്റേ കഴിയാത്തോറാണ് എന്ന അഭിപ്രായം എനക്കുമില്ല. ആയി 1 സെന്റ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അര സെന്റ് അതിന്റെ നേരെ പകുതി, അതും കഴിയുന്നില്ലെങ്കിൽ കാ സെന്റ് അതിന്റെ പകുതി. അങ്ങനെങ്കിലും നിങ്ങളെ സഹായിച്ച് സഹകരിച്ചിട്ട് കഴിയുന്നവർ നമ്മുടെ കമ്മിറ്റി നേതാക്കളൊക്കെ കണ്ടിട്ട് വേണ്ടത് ചെയ്യണമെന്ന് വളരെ വളരെ താല്പര്യത്തോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു ഞങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ, ഓരോ കർമ്മങ്ങളും കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും വാഗ്ദാനം ചെയ്തവരാണെന്നറിയാം, എല്ലാവരും കൊടുത്തവരാണെന്നറിയാം. ആരെങ്കിലും ആ സംരംഭത്തിന് നിങ്ങളാൽ കഴിയുന്നത് വാഗ്ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഇപ്പത് പറയാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വാഗ്ദാനം ചെയ്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളിലുള്ള രോഗങ്ങളെ അല്ലാഹു മരുന്നില്ലാതെ മാറ്റിത്തരട്ടെ. ഞങ്ങൾ കൊടുത്ത സദഖ, വാഗ്ദാനം ചെയ്ത സദഖ, അതിന്റെ പ്രതിഫലം അല്ലാഹു ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾ മരിച്ചുപോയവരിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. SBT മുഹമ്മദ് കുഞ്ഞാജി കൂട്ടത്താണ്, SBT മുഹമ്മദ് ഹാജി കൂട്ടത്താണ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 1 സെന്റ് സ്ഥലത്തിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്.
അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. SBT മുഹമ്മദ് കുഞ്ഞാജി കുട്ടത്താണെന്ന സഹോദരന്റെ എല്ലാ മുറാദും നീ നിറവേറ്റി കൊടുക്കണം തമ്പുരാനെ. മുറാദ് ഹാസിലാക്കണം തമ്പുരാനെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കും നീ തടിക്ക് ആഫിയത്ത് നൽകണം തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ബിസിനസ് ജോലി കാര്യങ്ങളിലൊക്കെയും ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഏറിയ സമാധാനവും റാഹത്തും നൽകണം തമ്പുരാനെ. വല്ല രോഗമോ ക്ഷീണമോ മറ്റോ ആ തടിയിലുണ്ടെങ്കിൽ എല്ലാം നീ മാറ്റിക്കൊടുക്കണമല്ലോ. നിനക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ മഹാന്മാരുടെ ഹളറത്തിലുള്ള നല്ല കാര്യത്തിന് വേണ്ടി നിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് 1 സെന്റ് ഏറ്റെടുത്ത മുഹമ്മദ് കുഞ്ഞാജി എന്ന ആ വലിയ മനസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, കബൂൽ ചെയ്യല്ലാ. ആരെങ്കിലും 1 സെന്റ്, 1/2 സെന്റ്, 1/4 സെന്റ് നിങ്ങളാവത് പോലെ റഫീഖ് നാഗപ്പാടി എന്ന് പറയുന്ന സഹോദരൻ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ പ്രത്യേകം കരുതിയിട്ട് 1/2 സെന്റ് സ്ഥലം അല്ലാഹുവേ നീ കബൂൽ ചെയ്യണമല്ലാ. റഫീഖ് എന്ന സഹോദരന്റെ സംഭാവന നീ സ്വീകരിക്കണമല്ലാ. പ്രത്യേകിച്ച് ബാപ്പാന്റെ പരലോകം കരുതിയ ആ സദഖ ബാപ്പാന്റെ ആഖിറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. ബാപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ. ബാപ്പാന്റെ ഖബർ വിശാലമാക്കണമല്ലാ. റഫീഖ് എന്ന സഹോദരന്റെയും കുടുംബത്തിലുള്ളവരുടെയും ആരോഗ്യവുമായി സുമേറ്റി കൊടുക്കണമല്ലാ. ഉദ്ദേശം നിറവേറ്റി കൊടുക്കണമല്ലാ. മുറാദ് ഹസിലാക്കല്ലാ. നിയ്യത്ത് കബൂലാക്കല്ലാ. വല്ല മാനസികമായ പ്രശ്നമോ പ്രയാസമോ ശാരീരികമായ രോഗമോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ നീ ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് മരുന്നില്ലാതെ മാറ്റിക്കൊടുക്കല്ലോ, നീക്കിക്കൊടുക്കല്ലോ. ബാപ്പാന്റെ ആഖിറം നീ സന്തോഷത്തിലാക്കല്ലോ, ഖബർ വിശാലമാക്കല്ലോ. ആരിഫ് കൊരിങ്കല എന്ന് പറയുന്ന സഹോദരൻ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ 1 സെന്റ് സ്ഥലം. 1 സെന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു പൈസ ഉണ്ട്, നിങ്ങൾ കരുതും പോലെ ഒന്നുമല്ല. അൽഹംദുലില്ലാ, അത് വലിയൊരു മനസ്സ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ വലിയ മനസ്സ് ആരിഫ് എന്ന സഹോദരൻ റബ്ബേ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ 1 സെന്റ് സ്ഥലം റബ്ബേ നീ ബാപ്പാക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ബാപ്പാന്റെയും ഖബർ വിശാലമാക്കല്ലോ, സ്വർഗപൂങ്കാവനമാക്കല്ലോ. ആ ബാപ്പയോടൊപ്പം അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗലോകത്ത് ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടല്ലോ. റഫീഖ് എന്ന സഹോദരന്റെ മുറാദ് ഹസിലാക്കല്ലാ. റഫീഖ് കുറങ്കില എന്ന സഹോദരന്റെ തടിക്ക് അദ്ദേഹത്തിന്റെ മക്കള്, കുടുംബം, വേണ്ടപ്പെട്ടവർ, ഉമ്മ, വേണ്ടപ്പെട്ടവരുടെ തടിക്കും ആരിഫ് എന്ന സഹോദരന്റെ ആ തടിക്ക്, അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുടെ തടിക്ക് നീ ആഫിയത്ത് ഏറ്റി കൊടുക്കണമല്ലോ, ആരോഗ്യം ഏറ്റി കൊടുക്കണമല്ലോ. ആരിഫ് കുറങ്കില എന്ന സഹോദരന്റെ ആ നല്ല നീയത്ത് നീ കബൂൽ ചെയ്യല്ലോ. വല്ല പ്രശ്നമോ പ്രയാസമോ ഉണ്ടെങ്കിൽ ആ സ്വതക്കയുടെ നീയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീയത മാറ്റി കൊടുക്കണം തമ്പുരാന്, സന്തോഷമേറ്റി കൊടുക്കണം തമ്പുരാന്, റാഹത്തേറ്റി കൊടുക്കണം തമ്പുരാന്. സാമ്പത്തികമായ ആരോഗ്യപരമായ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും നീറ്റി കൊടുക്കല്ലോ. SPT മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആള് നേരത്തെ പറഞ്ഞ 1 സെന്റ് അത് അയാളെ ഉമ്മുപ്പാന്റെ പേരിൽ, മരണപ്പെട്ടു പോയ ഉമ്മപ്പാപ്പാന്റെ പേരിലാണ് നീ തഹദീ ചെയ്തത്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. SPT മുഹമ്മദ് ഹാജി എന്ന സഹോദരൻ ആ വാഗ്ദാനം ചെയ്ത സദഖയുടെ മിഥില തവാബ് കൂലി ആ ഉമ്മപ്പാപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ, ഖബർ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ. ആ ഉമ്മപ്പാപ്പയോടൊപ്പം അദ്ദേഹത്തെയും ഞങ്ങളെയും മുത്ത് റസൂലുള്ളാഹി തങ്ങളെ കൂടെ നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണം തമ്പുരാനെ, ആരോഗ്യമേറ്റി കൊടുക്കണം തമ്പുരാനെ, കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും റാഹത്തും ഏറ്റി കൊടുക്കണം തമ്പുരാനെ. അബ്ദുള്ള നക്കര എന്ന് പറയുന്ന സഹോദരൻ 25 കോണി സിമെന്റ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം തമ്പുരാനെ. അബ്ദുള്ള നക്കര
പടച്ചവനെ ആ നല്ല മനസ്സ് നീ കബൂല് ചെയ്യണം തമ്പുരാന്. 25 കോടി സിമന്റ് വാഗ്ദാനം ചെയ്ത വലിയ മനസ്സ് നീ കബൂല് ചെയ്യണം തമ്പുരാന്. വാഗ്ദാനം ചെയ്തതും ബാക്കി വെച്ചതും നീ സ്വീകരിക്കണം തമ്പുരാന്. അദ്ദേഹം കരുതിയ നിയ്യത്ത് എന്താണോ മുറാദ് എന്താണോ ഞങ്ങൾ അറിയില്ല, നീ ഹസിലാക്കണേ അല്ലാ, നിറവേറ്റി കൊടുക്കല്ലാ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കല്ലാ, ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കല്ലാ, തടിക്ക് ആഫിയത്തേറ്റി കൊടുക്കല്ലാ, കുടുംബത്തിനും നീ റാഹത്ത് നൽകല്ലാ, സാമ്പത്തികമായ ശാരീരികമായ ആരോഗ്യപരമായ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യണം തമ്പുരാന്. അബ്ദുൽ ഷുക്കൂർ എന്ന് പറയുന്ന സഹോദരൻ 10,000 ഉറുപ്പിക. പടച്ചോനെ നീ കബൂല് ചെയ്യണം തമ്പുരാന്. പ്രവാസിയാണ് അബ്ദുൽ ഷുക്കൂർ, ഗൾഫിലാണ്. പ്രവാസിയായ അബ്ദുൽ ഷുക്കൂറിന്റെ പ്രവാസി ജീവിതം പ്രയാസമില്ലാതെ സന്തോഷത്തിലാക്കല്ലാ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ, മുറാദ് ഹസിലാക്കല്ലാ, എല്ലാ കാര്യത്തിലുള്ള സന്തോഷവും റാഹത്തും ഏറ്റിക്കൊടുക്കണമല്ലാ, ഏറ്റിക്കൊടുക്കണമല്ലാ, ഏറ്റിക്കൊടുക്കണമല്ലാ. കൂട്ടത്താണ് ഇസഹാക്ക്, അഷ്റഫ് എന്നീ 2 സഹോദരന്മാർ. മരിച്ചുപോയ ബാപ്പാന്റെ പേരില് അല്ലേ? അതെ, കൂട്ടത്താണല്ലേ? ഉപ്പ ഉമ്മ 2 ഉപ്പാന്റെ പേര്. മരിച്ചുപോയ ഉപ്പാന്റെ പേരില് പ്രത്യേകം കരുതിയിട്ട് KH അഷ്റഫ് കൂട്ടത്താണ്, KH ഇസഹാക്ക് കൂട്ടത്താണ് എന്ന 2 സഹോദരന്മാർ അരസന്റ്. പടച്ചവനെ ആ സ്വതക്ക നീ കബൂല് ചെയ്യണം തമ്പുരാനെ. അതിന്റെ സവാബ് ആ മരിച്ചുപോയ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണം തമ്പുരാന്. അവരുടെ എല്ലാ നിയ്യത്തും നീ പൂർത്തിയാക്കി കൊടുക്കണം തമ്പുരാന്. ജോലി ബിസിനസ് കാര്യങ്ങളിലൊക്കെയും ബർക്കത്തേറ്റി കൊടുക്കണം തമ്പുരാൻ. അമ്മി പുറതാള 5000 ഉറുപ്പിക. പടച്ചവൻ അദ്ദേഹത്തിന്റെ കബൂലിന് സ്വതക്ക കബൂല് ചെയ്യണമല്ലാ, സ്വീകരിക്കണമല്ലാ, സ്വീകരിക്കണമല്ലാ, മുറാദ് ഹാസിലാക്കല്ലാ. പടച്ചവനെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ, എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമല്ലാ. പിന്നെ ഇടുന്നാരെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെ. പൊത്തുച്ച 5000 ഉറുപ്പിക മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ പ്രത്യേകം ദ്വാരക്ക. പടച്ചവനെ നീ കബൂല് ചെയ്യണം തമ്പുരാന്. പുത്തുച്ച എന്നവരുടെ സ്വതക്ക നീ സ്വീകരിക്കണം തമ്പുരാന്. അതിന്റെ മിഥിലതവാബ് മരിച്ചുപോയ ഉമ്മാന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം തമ്പുരാന്. അദ്ദേഹത്തിനും കുടുംബത്തിലുള്ളവർക്കും തടിക്ക് ആഫിയത്തേറ്റി കൊടുക്കണം തമ്പുരാന്, റാഹത്തേറ്റി കൊടുക്കണം തമ്പുരാന്. എല്ലാ നിലക്കുള്ള സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യണം തമ്പുരാന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബം പറഞ്ഞോളി, കേട്ടാക്കണ്ട. നമ്മുടെ മാജി സെക്രട്ടറി അമ്മിച്ച, അദ്ദേഹത്തിന്റെ മകൻ പ്രവാസിയാണ്, സൗദിയിലാണ്. എന്താ പേര്? മോന്റെ പേരെന്ത്? ഷഫീഖ്. എത്ര? 1 സെന്റ് സ്ഥലം. അൽഹംദുലില്ലാ, നമ്മുടെ മുൻ സെക്രട്ടറിയുടെ മകൻ ഷഫീഖ്, സൗദിയിലുള്ള ഷഫീഖ് 1 സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവനെ നീ കബൂല് ചെയ്യണം തമ്പുരാന്. ഷഫീഖിന്റെ എല്ലാ കാര്യത്തിലും ബർക്കത്തേറ്റ് കൊടുക്കണം തമ്പുരാന്. പ്രവാസിയായ അദ്ദേഹത്തിന് നീ സന്തോഷമേറ്റ് കൊടുക്കണം തമ്പുരാന്. ജീവിതം പ്രയാസമില്ലാതാക്കി കൊടുക്കണം തമ്പുരാന്. കുടുംബത്തിൽ റാഹത്ത് നൽകണം തമ്പുരാന്. ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും ബർക്കത്തും ഏറ്റി കൊടുക്കണം തമ്പുരാന്. മുറാദ് ഹസിലാക്കി കൊടുക്കണം തമ്പുരാന്. ഷഫീഖിന്റെ ജീവിതത്തിലെ ബർക്കത്തും ഖൈറും ഏറ്റി കൊടുക്കണമല്ലോ, ഏറ്റി കൊടുക്കണമല്ലോ, ഏറ്റി കൊടുക്കണമല്ലോ. വേറെ വേറെ പറയും. ഇന്നലെ പറഞ്ഞെന്ന് പറഞ്ഞ പീഡിയ അമ്മീച്ച കുറങ്ങില എത്ര? എന്താണ്? 1 സെന്റ് സ്ഥലം പീഡിയ അമ്മീച്ച അല്ലെ? അല്ലാഹുവേ നീ കബൂല് ചെയ്യണം തമ്പുരാനെ, സ്വീകരിക്കണം തമ്പുരാനെ. പീഡിയ അമ്മീച്ചാന്റെ വലിയ മനസ്സ് കബൂല് ചെയ്യണമല്ലോ, അർഹമായ പ്രതിഫലം നൽകണമല്ലോ. മുറാദ് ഹാസിലാക്കി കൊടുക്കല്ലോ, മുറാദ് ഹാസിലാക്കി കൊടുക്കല്ലോ. തടിക്ക് ആഫിയത്ത് ആരോഗ്യം ഏറ്റി കൊടുക്കല്ലോ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും മാറ്റി കൊടുക്കല്ലോ.
നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആദരണീയനായ മുഹമ്മദ് ഹാജി സാഹിബിന്റെ അഞ്ചന് അബ്ദുറഹിമാൻ ഹാജി ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു 1 സെന്റ് സ്ഥലം. പടച്ചവനെ നീ കബൂല് ചെയ്യണം തമ്പുരാന്, നീ സ്വീകരിക്കണം തമ്പുരാന്. അബ്ദുറഹിമാൻ ഹാജി എന്ന സഹോദരന്റെ മുറാദ് ഹസിലാക്കണം തമ്പുരാന്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആഫിയത്തേറ്റ് കൊടുക്കണം തമ്പുരാന്. മുറാദ് ഹസിലാക്കണം തമ്പുരാന്. എല്ലാ നിലക്കുള്ള സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യണം തമ്പുരാന്. വല്ല നീയത്തോ ഉദ്ദേശമോ ഉണ്ടെങ്കിൽ ആ സ്വതക്കയുടെ വാഗ്ദാനത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയന്റെ ബർക്കത്ത് കൊണ്ട് അബ്ദുറഹിമാൻ ഹാജിക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾക്കും മുറാദ് ഹസിലാക്കി താ അല്ലാഹ്, മുറാദ് ഹസിലാക്കി താ അല്ലാഹ്, ആഖിറം സലാമത്താക്കി താ അല്ലാഹ്. അമ്മിച്ച ചെല്ലിയടക്ക 2000 ഉറുപ്പിക. പടച്ചവനെ നീ കബൂല് ചെയ്യണം തമ്പുരാനെ. അമിച്ച ചെല്ലിയെടുക്കാൻ സഹോദരന്റെ സംഭാവന സ്വീകരിക്കണം തമ്പുരാന്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തടിക്കും കുടുംബത്തിനും ആഫിയത്തേറ്റി കൊടുക്കണം തമ്പുരാന്. എല്ലാ കാര്യത്തിലും ബർക്കത്തേറ്റി കൊടുക്കണം തമ്പുരാന്. ഉമർ ഉമർ എന്ന ആള് ഇവിടെ